നമസ്കാരം, എന്റെ പേര് ഹിമൻഷു ധവനാണ്. ഇന്ന് രോഗിയുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്. അതൊരു മിഥ്യയാണോ, ഭയമാണോ, അതോ സംശയമാണോ? ഈ കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിൽ ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾ മാരിക്കോസിൻ രോഗിയാണെങ്കിൽ ഇത് എന്നെ അസ്വസ്ഥപ്പെടുത്തുമോ, എന്റെ ജീവൻ ഭീഷണിയാകുമോ, അഥവാ ഇത് എന്നെ പൂർണ്ണമായി ശല്യമാക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു. അവ നിങ്ങളെ പേടിപ്പിക്കുന്നു. അതിനാൽ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഉത്തരം പറയും. ആദ്യത്തെ കാര്യം, മാരിക്കോസിനെ പേടിക്കേണ്ടതില്ല. മാരിക്കോസിൻ ഒരു സാധാരണ പ്രശ്നമാണ്. ഇത് നിങ്ങളുടെ വൃഷണങ്ങളിൽ നിന്ന് സിരകളിലൂടെ തിരികെ പോകുന്ന രക്തം മൂലമാണ് ഉണ്ടാകുന്നത്. രക്തനാളികളുടെ ഭിത്തികൾക്ക് കേടുപാടുകൾ ഉണ്ടായതിനാൽ സിരകളിൽ വീക്കം ഉണ്ട്. അതിനാൽ വീക്കത്തിൽ തടസ്സമില്ല. രക്തം നിലച്ചുകൊണ്ടിരിക്കുന്നില്ല, രക്തം മുന്നോട്ടു പോകുന്നില്ല. അതങ്ങനെ സംഭവിക്കാറില്ല. രക്തം പുറത്തു വരുന്നുണ്ട്, എന്നാൽ അതിന്റെ വേഗത സാവധാനമാണ്. നമ്മുടെ ശരീരം ഈ കാര്യത്തിൽ വളരെ കൈകാര്യം ചെയ്യുന്നു. അത് സിരകളെ മറ്റൊരിടത്ത് നിന്ന് തിരിച്ചുവിടാൻ തുടങ്ങുന്നു. പൂർണ്ണമായ തടസ്സം ഉണ്ടാകുന്നില്ല എന്നും ആ തടസ്സം വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സംഭവിക്കില്ല. നോക്കൂ, കേസുകൾ ഏറ്റവും മോശം വരെയാണ്. ശരിയായ സ്ഥലത്ത് നിന്ന് ശരിയായ സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ ചികിത്സയിൽ കൂടി അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുന്നു. അതിനാൽ ആദ്യം മനസ്സിലാക്കുക, ഞരമ്പുകളിൽ നിങ്ങൾക്ക് വീക്കം നൽകുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. ഇത് നിങ്ങൾക്ക് വീക്കവും വേദനയും നൽകുന്നുവെന്ന് സങ്കൽപ്പിക്കുക. ആ വീക്കവും വേദനയും മൂലം അതിന്റെ വ്യാസം വർദ്ധിച്ച് അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ വേദന അനുഭവപ്പെടും. ഇത് അടിസ്ഥാനപരമായി വാരിക്കോസലിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ കാര്യങ്ങൾ ദീർഘകാലമായി നടക്കുന്നുണ്ടെങ്കിൽ, അത് മൈൽഡ് ഗ്രേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, നിങ്ങൾ അതിനായി ഒന്നും ചെയ്യുന്നില്ല. ഇത് വർദ്ധിക്കുമ്പോൾ നമ്മൾ ശസ്ത്രക്രിയ നടത്താമെന്ന് നിങ്ങൾ കരുതി. നമുക്ക് ഒന്നുമുണ്ട്. എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ആവശ്യകത ഇല്ല. നിങ്ങൾ അത്തരം കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ സ്വന്തം കേസിനെ അല്പം വഷളാക്കുന്നു. അതിനായി നിങ്ങൾ ഒരു പ്രവൃത്തിയും നടത്തുന്നില്ല. അതിനാൽ അവിടെ നിങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആവശ്യകത ഉണ്ടാകുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് കരുതേണ്ടതുണ്ട്. അത്തരം ശാരീരിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടേണ്ടതില്ല. അത് ആ ഭാഗത്തെ കൂടുതൽ നശിപ്പിച്ച് വേദനയും പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കും. ജിമ്മിംഗ്, സൈക്ലിംഗ്, റണ്ണിംഗ്, ജോഗിംഗ് എന്നിവ പോലുള്ള ചില പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. ഇതോടൊപ്പം വെയ്റ്റ് ലിഫ്റ്റിംഗും ഒഴിവാക്കണം. വാരിക്കോസൽ രോഗിക്കും ഭാരോദ്വഹനം ഉപേക്ഷിക്കണം. ചില സമയത്ത് അലസതയുടെ ജീവിതം ഒരു കാലയളവ് ജീവിക്കേണ്ടി വരും, എന്നാൽ അത് സ്വയം സാധാരണതയിലേക്ക് മാറാൻ ശ്രമിക്കും. അതിൽ ഞാൻ എപ്പോഴും പറഞ്ഞു വന്ന ചില വ്യായാമങ്ങൾ നിങ്ങൾ ആരംഭിച്ചാൽ, അതോടെ നിങ്ങളുടെ ഗ്രേഡിംഗ് കുറയാൻ തുടങ്ങും. അതിനായി നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വ്യായാമം മാത്രം ചെയ്യണം. അതിനാൽ നിങ്ങളുടെ ഗ്രേഡിംഗ് വർദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലന്തിവല വലുതാകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്നു മുതൽ വ്യായാമം ആരംഭിക്കുക. അവിടെ അത് അല്പം സ്വാഭാവികമാകാൻ തുടങ്ങും. ഇതിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് പറയാം. അത് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമാണ്. അത് വർദ്ധിക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ ടീം അത്തരം രോഗികളെ കണ്ടിട്ടുണ്ട്. അവിടെ രോഗി 3 ആദി അല്ലെങ്കിൽ 4 TH ഗ്രേഡിലാണെങ്കിൽ പോലും അവരുടെ സ്പേം കൗണ്ടിൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് വേദന പോലുമില്ല. അവർക്ക് വേദനയില്ല, പക്ഷേ വീക്കമുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നു. എനിക്കും ഇതുതന്നെ കിട്ടുന്നുണ്ട്. അതിനാൽ ചില രോഗികളിൽ വാരിക്കോസലിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത സംഭവങ്ങളും ഉണ്ട്. അതിലും ഒരു പ്രശ്നമില്ല. രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ പ്രശ്നമൊന്നുമില്ല. അടിസ്ഥാനപരമായി ലക്ഷണങ്ങൾ ഇല്ലാത്തപ്പോൾ പ്രശ്നമില്ല. ഇതു കരുതി പോകും. ആ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ സ്പെർമൻ കൗണ്ട് കുറവാണെന്ന് തോന്നുകയോ ഉണ്ടെങ്കിൽ, അവിടെയും പരിഭ്രാന്തി വേണ്ട. അവിടെയും നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോപതി ഡോക്ടറെയോ ആയുർവേദ ഫിസിഷ്യനെയോ സമീപിച്ചാൽ അവർ നിങ്ങൾക്ക് ചില പ്രതിവിധി നൽകും. അതോടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും നിങ്ങളുടെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തയിൽ പ്രശ്നമുള്ളത് അത് മുന്നോട്ട് പോയി ത്രോംബോസിസ് ഉണ്ടാക്കരുതോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കരുതോ എന്നാണ്. വാരിക്കോസൽ രോഗികളിൽ ഈ തരം കാര്യങ്ങൾ കുറവാണ്. അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു വാരിക്കോസൽ രോഗിയാണെങ്കിൽ പരിഭ്രാന്തി തോന്നേണ്ടതില്ല. നിങ്ങൾ സ്വയം സമ്മർദ്ദരഹിതരായിരിക്കുക. കുറച്ചുകാലം സൗഖ്യമായി ജീവിക്കുക. നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ചെറിയ വിശ്രമം എടുക്കുക. ഇതിനൊപ്പം 2 വ്യായാമങ്ങളും ഡയറ്റിൽ അല്പം നിയന്ത്രണവും മാത്രം. അവിടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ശരി,
നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അറിയാനോ മനസ്സിലാക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് എന്റെ ടീമുമായി സംസാരിക്കാനും അതിന് ശരിയായ പരിഹാരം നേടാനും കഴിയും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.